ജീവ ജീവ മാഡം, ജീവ എണീറ്റില്ലേ? രാവിലെ നേരത്തെ എണീറ്റ് മാഡം. 2 ക്ലാസ് എടുത്ത ക്ഷീണത്തില് വീണ്ടും കിടന്നുറങ്ങി. മാഡം കൊടുക്കാനുള്ള കൊടുത്താ വീണ്ടും എഴുന്നേക്കും. എന്ത് കൊടുക്കണം? അതെ അമ്മേ, എഴുന്നേക്കുന്ന ഉടനെ കൊടുക്കില്ല. ജീവ എഴുന്നേൽക്കടാ. ജീവ, മുകളിലെ വീടുണ്ട്, പിന്നെ എന്തിനാ താഴെ വന്ന് കിടക്കുന്നേ? വന്നേ, നിനക്കെന്തടാ? ജീവ, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സംസാരിക്കുന്നത് എന്റെ ഇഷ്ടം, അതിന് നിനക്കെന്താ? അതൊക്കെ ശരി, കേരളത്തിലെ നമ്പർ 1 ഡ്രൈവിംഗ് സ്കൂൾ നമ്മുടെയാണെന്ന് നീ പറഞ്ഞല്ലോ. അതെ, എന്റെ വിശ്വാസം അതാ, അതിന് നിനക്കെന്താ? ശരി, ഞാൻ വരാം. ജീവ, നീ എവിടെ പോകുന്നു? എടാടാടാടാ, ഞാൻ എവിടെ പോയ നിനക്കെന്താടാ? എന്ത് ചോദിച്ചാലും നിനക്കെന്താന്ന് പറഞ്ഞ തന്നെ. നിനക്കെന്താ? എഴുന്നേറ്റു വരുന്നു. ജീവ, നീ RTI വിളിച്ചൊന്ന് സംസാരിക്കേ. നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. മെൻസ് കോളേജിന്റെ മുമ്പിലെത്തുമ്പോൾ ആക്സിലേറ്ററിൽ കാൽ കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ജീവ ഡ്രൈവിംഗ് സ്കൂളിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. എല്ലാവരും നന്നായി കേട്ടല്ലോ. ആന്റി, പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. അത് പിന്നെ നീയല്ലേ പഠിപ്പിച്ചത്? അതെ. അപ്പോ നീ തന്നെ ആദ്യമായി ഓടിക്കണം. അതിന് അങ്കിള് നന്നായിട്ട് ഓടിക്കുമല്ലോ. അയ്യോ, അവര് ഓടിച്ചാ ന്യൂട്രലാക്കിട്ട് വണ്ടി അങ്ങ് തള്ളി വിട്ടാ പോരെ? ആര് തള്ളും? അങ്കിള് തന്നെ. അവരകത്തിരിക്കുമല്ലേ? അപ്പൊ പിന്നെ ആരാ തള്ളു? ഞാൻ തള്ളാം. ഞാൻ തന്നെ തള്ളാം. നന്നായിട്ട് ഓടിച്ച ബമ്പർ പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞു. അതെനിക്കല്ലേ? സംശയം ഒന്നും വേണ്ട, നിനക്ക് തന്നെ. അതും കൊണ്ടുപോടാ, വേഗം കൊണ്ടുപോവാ. എന്താ പിടിച്ചോ നിങ്ങളുടെ പ്രൈസ്. ബമ്പർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്? ബമ്പർ തന്നെയല്ലേ? അതെ, അത് തന്നെ ബമ്പർ പ്രൈസ്. 1 വെച്ച 2, 2 വെച്ച 4, അകത്ത് വെച്ച് 500, അകത്ത് വെച്ച് അടിച്ചു. ലണ്ടനിലെ കാർ ഓടിച്ചു മടുത്തു പോയി. ഇപ്പൊ എനിക്ക് കാറിൽ വരാൻ ഇഷ്ടമേ അല്ല. അതിരിക്കട്ടെ, ലണ്ടനിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഞാനും ഇവിടെ തന്നെ ഉള്ളതാ. ഇതിന് പുറകിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഒരു ബീസിൽ അടിച്ചാൽ മതി, ഞാനിങ്ങ് വരും. ബലൂൺ ബലൂൺ ബലൂൺ. രണ്ട് മാസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. രാവിലെ 9 മണിക്ക് ഒരു ഗ്രൂപ്പ് വരും, വൈകുന്നേരം 6 മണിക്ക് വേറൊരു ഗ്രൂപ്പ് വന്നവർ പറഞ്ഞു വിടും. എന്ത് ചുറ്റുക്കളിയാന്ന് മനസ്സിലാവാത്തത്? നിങ്ങളുടെ ആളുകളെ ഒതുക്കാൻ ഒരുത്തൻ ജനിക്കണ്ടടാ, അവൻ ജനിച്ചിട്ടുണ്ടടാ. അത് ഗുണ്ട ക്ലാസ്സാ. റോഡിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതവും ശ്രദ്ധയോടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം, മനസ്സിലായോ? എടാ ദ്രോഹികളെ, എന്താ നിങ്ങളുടെ സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് ഇങ്ങനെ വേണ്ടാതീനം കാണിക്കുന്നത്? സാർ, ഇതെന്റെ അച്ഛന്റെ കാലം മുതൽ എന്റെ സ്ഥലമാ. ഞാനാ ഓണർ. പട്ടയവും കരമടച്ച രശീതും എല്ലാം ഉണ്ട്. പല കാര്യങ്ങൾക്കും ഞാൻ ഈ സ്ഥലമാ ഉദ്ദേശിക്കുന്നത്. ഓഹോ, നിങ്ങളാണ് ഓണർ. നിങ്ങൾ എപ്പോ വരുമെന്ന് ഞങ്ങൾ ഷിഫ്റ്റ് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സാറിന് 2 മാസമായിട്ട് എന്ത് ചെലവാണെന്നറിയാമോ? ആരുടെ വീടിന് ആര് കാവലിരിക്കണമെന്ന് ഒരു ധാരണയില്ല നിങ്ങൾക്ക്. ഞങ്ങൾ ആരോട് അറിഞ്ഞുകൊണ്ടാണ് ഒച്ചയെടുക്കുന്നത്? നിങ്ങൾക്ക് ഈ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ ഈ പെൺപിള്ളാരോട് ഞങ്ങളുടെ പിള്ളേരെ കബഡി കളിച്ച് തോപ്പിക്കാൻ പറയും. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ആ പെൺപിള്ളാരോട് എന്താ ചെയ്യുന്നത്? എന്താടാ ഇത്? മോനെ 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 മോനെ, ഈ അന്യായം കണ്ടോ? ഇതെന്റെ സ്ഥലമാ, എന്റെ 3 പെൺമക്കൾക്ക് വേണ്ടിയുള്ള സ്ഥലമാ. ജീവ, മാഡം, നിങ്ങൾക്ക് അറിയില്ലേ മാഡം? നിങ്ങളുടെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്കും. ജീവ, ഇവിടെ വാ. നമുക്ക് 2 കാർ വാങ്ങാൻ വേണ്ടിട്ട് ബാങ്കിൽ ലോൺ സാങ്ഷൻ ചെയ്തെന്ന് മാനേജർ വിളിച്ച് പറഞ്ഞു. നീ നേരിട്ട് പോയൊരു നന്ദി പറയേ.
എന്താ ജീവ ഇപ്പൊ വന്നു സ്വപ്നത്തിൽ പോയില്ലേ? എന്റെ ദൈവമേ, സ്വപ്നത്തിലാണോ ഞാൻ ഫൈറ്റ് ചെയ്തേ? ആണോന്നാ? അയ്യോ, ശരിക്കും ഫൈറ്റ് ചെയ്താ ഞാൻ വിചാരിച്ച നശിപ്പിച്ചു. എന്താ അവിടെ നടക്കുന്നത്? കോംപ്രമൈസ് നടക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു നല്ല ഷർട്ടും കീറിക്കളഞ്ഞല്ലോടാ ജീവ. വീണ്ടും സ്വപ്നമോ? ഷർട്ടോ കീറിക്കളഞ്ഞു. പാന്റിനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. എന്താ ഞാൻ നോക്കുന്നേ? നിങ്ങളുടെ കലാപരിപാടികൾ കാണുമായിരുന്നു. എന്ത് കലാപരിപാടി? ഏയ് അല്ലല്ല, നിങ്ങൾ കബഡി കളിക്കുന്നത് കാണുമായിരുന്നു. ശരി ശരി, വാടാ വാ വാ വാ, ഓടാ അങ്ങോട്ട്. സാർ, ഞാൻ ഓണറുടെ വക്കീൽ പ്രകാശനാണ് സംസാരിക്കുന്നത്. നമസ്കാരം സാർ. സാർ, ഞാൻ പുലികളെ ഒന്നും മടയിൽ പോയി കാണാറില്ല സാർ. ഞാൻ വളരെ ശ്രദ്ധയുള്ളവനാ സാർ. അതെ സാർ, നിങ്ങളൊരു പൊതുസ്ഥലം പറയും സാർ, അവിടെ വന്ന് സംസാരിക്കാം സാർ. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. ഹലോ ഹലോ ഹലോ, എന്തോ ഒരു പ്രകടനം നടക്കുന്നു, പിന്നെ വിളിക്കാം. വരെ ഒരു കല പോലെ ചെയ്യുന്നുണ്ടല്ലോ സാർ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആടിനെയും കോഴിനെയും കൊല്ലുന്ന പോലല്ലേ അന്യായമായ ഒരാളെ ബലി കഴിച്ചത്. എത്ര പെൺപിള്ളേരെന്നാ പറഞ്ഞത്? 3 പെൺപിള്ളേര്. പാവം, 9 കോടി സെക്കൻഡ് ആധാരത്തിലായി ഒപ്പുവെച്ചത്. ഇയാളെ വെറും കൈയോടെ അയക്കാൻ പറ്റുമോ? അയച്ചാൽ ആ പാവം പെൺപിള്ളേരനെ വെറുതെ വിടുമോ? അതെ സാർ, പാവം. ഒരു 10 കൊടുത്താൽ മതിയോ? എന്റെ നാലവീത്ത് 10 ലക്ഷമാണോ തരാൻ പറയൂ. ശരി ശരി, കരയാതിരിക്കേ. തരുമല്ലോ. കൂൾ ഡൗൺ. എന്റെ ചിരിമായി മുമ്പേ പൊയ്ക്കോ. പറ്റിക്കുന്നത് പോലും കലാപരമായി തന്നെ ചെയ്യുന്നു സാർ. എടാ പങ്കു, നിനക്ക് ഈ ഓട്ടോയെ പറ്റി എല്ലാം അറിയാമോ? എന്തുവാണത്? ഞാൻ ഈ ഓട്ടോ ജനിച്ചവനാടാ. നിന്നേക്കാൾ എനിക്ക് ഓട്ടോയെ കുറിച്ച് 200% കൂടുതൽ അറിയാം. ബൈ ദ ബൈ, കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നേക്കാൾ ഓവറായിട്ട് സംസാരിക്കുന്നവനാ. എന്തെങ്കിലും പറഞ്ഞു ജീവ 5 ലിറ്റർ പെട്രോൾ അടിച്ചു, 15 കിലോമീറ്റർ വണ്ടി ഓടിച്ചു, വീണ്ടും വണ്ടി എടുത്തപ്പോ പെട്രോൾ ഇല്ല. അമ്മയോട് ചോദിച്ചിട്ടാണെങ്കിൽ കാശ് തരുന്നില്ല. നീ പോയി ചോദിക്കേ. അയ്യോ, ഞാൻ എങ്ങനെ ചോദിക്കണം? നീ തന്നെ പോയി ചോദിക്കേ. പെട്രോൾ ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ല. 1 2 3. വിട്ടോടാ. ആക്സിലേറ്റർ നീ തന്നെയല്ല പഠിപ്പിച്ചത്. ശരി, ഓടാ അവിടുന്ന്. നീ വാ, അവൻ വന്നിട്ട് ചോദിക്കേ. എന്താ പങ്കു? സ്ട്രോങ് പ്രോബ്ലം. സ്വിച്ച് ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടായി. ഗിയർ ഇട്ടു, ഗിയർ വീണു. പക്ഷെ വണ്ടി പോവാന്നില്ല. എന്തായിരിക്കും? ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് ഓട്ടോയെ പറ്റി എന്തറിയാം? നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ജീവാ, ഹലോ. എല്ലാം കറക്റ്റാടാ. പോട്ടൻ. എനിക്ക് ലൂസാണെന്നാ. എടാ, എനിക്ക് ലൂസാണെന്നാ. എടാ, കണ്ണാടി തിരിച്ചു വെച്ചാൽ എങ്ങനെയാ ഓട്ടോ ഓടുന്നേ? നീ വലിയ പഠിത്തക്കാരൻ. നീ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടേക്കാം. പോരെ, സ്വിച്ച് ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു, ഗിയറിട്ടു. പോകില്ല ജീവാ.